ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. അന്നെന്നൊക്കെ പറയുന്നത് ഒരു എങ്ങനെ ആഹാരം കഴിക്കുമ്പോൾ അപ്പോഴേ ടോയ്ലറ്റിൽ പോകും. പക്ഷെ ഇപ്പം ഇത് കഴിച്ചതിന് ശേഷം ഒരു ദിവസം ഒരു നേരം, അത് മാക്സിമം 2 നേരമുള്ള ബാത്റൂമിൽ പോക്കേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. ഒരുപാട് മാറ്റമുണ്ട് ഇപ്പോൾ. ആഹാരമൊക്കെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞിട്ട് തൽക്കാലം ഇനി തുടരണോ അതോ തൽക്കാലം ഒന്ന് കുറച്ചാൾ വെയിറ്റ് ചെയ്തിട്ട് തുടരണോ എന്ന് ചോദിക്കാൻ അറിയാനായിരുന്നു. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കിടയിൽ പലരും അനുഭവിക്കുന്നുണ്ടാകും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ ടോയ്ലറ്റിൽ പോകണം എന്നൊരവസ്ഥ. അതുപോലെ തന്നെ നമ്മൾ എങ്ങോട്ടെങ്കിലും ധൃതി പിടിച്ച് പോകാൻ ഇറങ്ങുമ്പോൾ ടോയ്ലറ്റിലേക്ക് ഓടേണ്ട അവസ്ഥ. എന്നാൽ ടോയ്ലറ്റിൽ പോയാലോ ഇത് മുഴുവനായി പോയി എന്നൊരു ഫീല് നമുക്ക് തോന്നുന്നില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, പിന്നെയും പോവേണ്ടി വരും. ഇതിനെയാണ് നമ്മൾ IBS അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത്. മറ്റു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇടക്കിടക്ക് വയറിളക്കം വരിക, മലബന്ധം വരിക. എന്നാൽ ചിലരിൽ വയറിളക്കവും മലബന്ധവും മാറി മാറി വരിക, വയറുവേദന,